Hi dear friends, welcome to Chalkboard Stories. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം മാർച്ച് മുതൽ അങ്ങ് മെയ് വരെ നമ്മുടെ പ്രിലിംസ് നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. നമ്മൾ 10th മെയിൻസ് പഠിക്കുന്ന പോലെയൊന്നും അല്ല ആ ഒരു സിലബസും ഡിഗ്രി മെയിൻസുമായിട്ട് ഡിഗ്രി പ്രിലിംസുമായിട്ട് സിലബസ് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് അറിഞ്ഞ് പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ സെക്ഷനിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും എത്ര ഡെപ്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് നമ്മുടെ പ്രിലിംസിന്റെ സെക്ഷൻ തുടങ്ങിയുള്ള ആദ്യത്തെ എക്സാം ആണ്. അതായത് നമ്മുടെ ബിരുദതല പരീക്ഷയുടെ ഏതാണ് 2022 പൊതുപരീക്ഷയായ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു അത്. പ്രിലിംസിൽ 2022 ഒക്ടോബർ 22 നടന്ന എക്സാം ആണിത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് പതുക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ നമുക്കൊരു മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റായതാണ് വേണ്ടത്. ഇൻ ദ ഫോളോയിങ് ബാറ്റിൽസ് വിച്ച് വൺ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിലും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യാവുള്ളൂ. പല മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആയിരിക്കും. ചിലപ്പോൾ മലയാളത്തിന്റെ മീനിങ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഇംഗ്ലീഷും കൂടി വായിച്ചിട്ട് വേണം ആൻസറിലേക്ക് പോകാനായിട്ട്. ഇൻ ദ ഫോളോയിങ് ബാറ്റിൽസ് വിച്ച് വൺ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ബാറ്റിൽ ഓഫ് തറൈൻ യുദ്ധം, പിന്നെ ഏതാണ് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ബാറ്റിൽ ഓഫ് ഹാൽഡിഗഡ് അല്ലെ, ഹാൽഡിഗഡ് യുദ്ധം, പാനിപ്പത്ത് യുദ്ധമൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് ചേരാത്തത്? ഇവിടെ ഏതാണ് ചേരാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? ഹാൽഡിഗഡ് യുദ്ധമാണ്. 1581 ഹാൽഡിഗഡ് യുദ്ധം അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാണ് ഹാൽഡിഗഡ് യുദ്ധം നടന്നത്? 1576 ഹാൽഡിഗഡ് യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? രജപുത്ര രാജാവായിരുന്ന റാണാ പ്രതാപുമായി അക്ബർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് എന്താ ഹാൽഡിഗഡ് യുദ്ധം എന്ന് പറയുന്നത്. ഈ തറൈൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ 1191 എന്ത് നടക്കുന്നത്? ഒന്നാം തറൈൻ യുദ്ധം നടക്കുന്നത്. ഒന്നാം തറൈൻ യുദ്ധം. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗോറി പരാജയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ചോദിക്കാറുണ്ട് ഈ തറൈൻ യുദ്ധം, അതായത് ഗോറി ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ തിരഞ്ഞെടുത്ത പാത ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അത് ഖൈബർ ചുരമാണ്. ഒന്ന് പഠിച്ചു വെച്ചോളണം. എന്താണ്? ഖൈബർ ചുരമാണ് എന്താ നമ്മുടെ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് എത്താനായിട്ട് തിരഞ്ഞെടുത്ത പാത. ഇനി 1192 എന്ത് നടക്കുന്നത്? രണ്ടാം തറൈൻ യുദ്ധം. 1192 സെക്കൻഡ് തറൈൻ യുദ്ധമാണ്. അതിലാണ് എന്ത് ചെയ്യുന്നത്? പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകാനായിട്ട് ആർക്ക് സാധിക്കുന്നത്? നമ്മുടെ മുഹമ്മദ് ഗോറിക്ക് സാധിക്കുന്നത്. അപ്പൊ ചോദിക്കാം, തറൈൻ യുദ്ധങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനുമാണ്. 1191 ഒന്നാം തറൈൻ യുദ്ധവും 92 രണ്ടാം തറൈൻ യുദ്ധമാണ് നടക്കുന്നത്. ഇനി ഹാൽഡിഗഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? രജപുത്ര രാജാവായിരുന്ന റാണാ പ്രതാപും അക്ബറുമായിട്ട് നടത്തിയ യുദ്ധമാണ് ആര്? നമ്മുടെ ഹാൽഡിഗഡ് യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അക്ബറിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളെന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? റാണാ പ്രതാപാണ് അക്ബറിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളെന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഏതാണ് നമുക്ക് നോക്കാനുള്ളത്? ഓക്കെ, പിന്നെ ഏതാണ്? പാനിപ്പത്ത് യുദ്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏതാണ്? വാണ്ടിവാഷ് യുദ്ധങ്ങളുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? പഴയ കാലത്തെ യുദ്ധങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊന്നും നമ്മുടെ 10th പ്രിലിംസിന്റെ അല്ലെങ്കിൽ 10th മെയിൻസിന്റെ സിലബസിലേക്ക് വരാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹാൽഡിഗഡ് യുദ്ധമാണ്. 1576 ഹാൽഡിഗഡ് യുദ്ധം നടന്നത്. നമുക്ക് തെറ്റാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയെ കാലഗണനാ പ്രകാരം എഴുതാൻ. കാലഗണനയാണ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാത്തിന്റെയും കാലം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാണ് ബംഗാൾ വിഭജനം? റൗലറ്റ് ആക്ട് എന്നാണ്? ആദ്യത്തെ റൗലറ്റ് ആക്ട് അല്ലേ? എന്നാണ്? 1919 റൗലറ്റ് ആക്ട് നടന്നത്. ഇത് നമ്മുടെ 10th പ്രിലിംസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി എന്താണ് ബംഗാൾ വിഭജനം? എന്നാണ്? 1905 അല്ലെ, 1905 ബംഗാൾ വിഭജനം. എന്നാണ് പൂനെ ഉടമ്പടി നടക്കുന്നത്? പൂനെ ഉടമ്പടി 1932 പൂനെ ഉടമ്പടി നടക്കുന്നത്. എന്നാണ് ലക്നൗ ഉടമ്പടി? അത് 1916 ലക്നൗ ഉടമ്പടി.
അല്ലെ? ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? താഴെ പറയുന്നവയെ കാലഗണനാ ക്രമം അല്ലെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ കാലഗണനാ ക്രമം എന്ത് വേണം? ആദ്യം നടന്ന സംഭവം ഏതാണ്? ബംഗാൾ വിഭജനമാണ്. അപ്പൊ അത് ആദ്യം വരണം അല്ലെ? മൂന്നാദ്യമുള്ള രണ്ടെണ്ണം ഉണ്ട്, ബാക്കി രണ്ടും അങ്ങ് വെട്ടിക്കളഞ്ഞു. ബംഗാൾ വിഭജനം കഴിഞ്ഞു വരേണ്ടത് എന്താണ്? ലക്നൗ ഉടമ്പടി. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞ് ലക്നൗ ഉടമ്പടി, അത് കഴിഞ്ഞ് റൗലറ്റ് ആക്ട്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരേണ്ടത്? പൂനെ ഉടമ്പടി വരേണ്ടത്. അപ്പൊ കാലഗണനാക്രമം. അപ്പൊ എന്താണ്? വർഷങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിഞ്ഞത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? വർഷങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ചേരുംപടി ചേർക്കാൻ അല്ലെ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അല്ലെ 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇപ്പുറത്തെ സൈഡിൽ തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? നമ്മുടെ വൈസ്രോയ്മാരാണ് അല്ലെ, അതുമായിട്ടാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്. റെഗുലേറ്റിംഗ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്നതാണ് വാറൻ ഹേസ്റ്റിംഗ് അല്ലെ. അതായത് ഈ വാറൻ ഹേസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 10th പ്രിലിംസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതായത് ആദ്യത്തെ 2022 നടത്തിയ പരീക്ഷകളിലെ 10th പ്രിലിംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ടോപ്പിക് ആയിരുന്നു വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 1773 ആണ് വാറൻ ഹേസ്റ്റിംഗ് വരേണ്ടത്. അടുത്ത ഏതാണ്? സബ്സിഡറി അലയൻസ് സിസ്റ്റം. ആരാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്? വെല്ലസ്ലി പ്രഭു ആണ്. വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ. ഇനി എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് സ്ഥാപിച്ചത് ആരാണ്? മേയോ പ്രഭു ആണ്. മേയോ പ്രഭു. ഓഗസ്റ്റ് ഓഫ്രാറുടേതാണ്. അത് ലിൻ ലിത്കോ പ്രഭു ആണ്. ലിൻ ലിത്കോ പ്രഭു. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിംഗ്, അതേപോലെ സബ്സിഡറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി പ്രഭു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ പ്രഭു, ഓഗസ്റ്റ് ഓഫ്രാണെങ്കിൽ ലിൻ ലിത്കോ പ്രഭു ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. അതേപോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗിന്റെ മറ്റൊന്നാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആരുടേതാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. പിറ്റ്സ് ഇന്ത്യ ചോദിക്കാറുണ്ട്. പിറ്റ്സ് ഇന്ത്യ ഏതാണ് വർഷം? 1784 വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി മറ്റേതാണ് സൈനിക സഹായ വ്യവസ്ഥയാണ് വെല്ലസ്ലി പ്രഭു. അതേപോലെ ചോദിക്കുന്ന ഒന്നാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അതാരുടേതാണ്? അത് കോൺവാലീസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലീസ് 1793 പിന്നെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? മേയോ പ്രഭു പറഞ്ഞു നമ്മള്, അതേപോലെ ലിൻ ലിത്കോ പ്രഭുവും പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വാഴ്സ ഉടമ്പടി നടന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്നാണ് വാട്സാപ്പ് ആക്ട്? കണ്ടോ? വാട്സാപ്പ് ആക്ട് came into existence in 1955. 1955 വാട്സാപ്പ് ആക്ട് വരുന്നത്. എന്താണ്? ശീതസമരത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത്? സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ് എന്ത് വരുന്നത്? വാട്സാപ്പ് ആക്ട്. സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ ഭാഗമായിട്ടാണ് എന്ത്? വാട്സാപ്പ് ആക്ട് വരുന്നത്. ഓക്കെ. അതേപോലെ സോവിയറ്റ് യൂണിയനും ആരാണ്? സംഘകക്ഷികളും ചേർന്നിട്ടാണ് ഈ വാട്സാപ്പ് ആക്ട് ഒപ്പുവെക്കുന്നത്. ഓക്കെ അല്ലേ? ഈ വാട്സാപ്പ് ഉടമ്പടി പിരിച്ചുവിട്ടുന്നുണ്ട്. അതെന്നാണ്? വാട്സാപ്പ് ആക്ട് നിലവിൽ വന്നതാണ് 1985. അത് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നാണ് 1991 ജൂലൈ 1 വാട്സാപ്പ് ആക്ട് പിരിച്ചുവിടുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. പട്ടിക ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി. ഏതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത്? നമുക്ക് ഇവിടെ അറിയാവുന്ന നോക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? ശ്രീനാരായണ ഗുരു ദൈവദശകമാണെന്നുള്ളത് അല്ലെ. നേരെ നോക്കുക. 2D ആണെന്ന് മനസ്സിലായി. 2D. ഓക്കെ. നേരെ ഓപ്ഷനിലേക്ക് പോകുക. ബാക്കി എല്ലാം അങ്ങ് കട്ട് ചെയ്തോ. ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. ഓപ്ഷൻ 2D എന്ന് പറയുന്നത് ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന് അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ഏത് വരും? 1C ആണ്. നോക്കിക്കേ. സ്ത്രീ വിദ്യാഭൂഷണി എന്ന സംഘടന ആരംഭിച്ചതാണ് ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീനാരായണ ഗുരുവാണ് എന്ത്? ദൈവദശകം. ചട്ടമ്പി സ്വാമികളുടേതാണ് അദ്വൈത ചിന്താ പദ്ധതി. ചട്ടമ്പി സ്വാമികളും KP കറുപ്പൻ ആചാരഭൂഷണവുമാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യം നോക്കേണ്ടത് അറിയാവുന്ന എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടോ നോക്കുക. അത് വെച്ച് ചിലപ്പോൾ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എല്ലാ ക്വസ്റ്റിനും അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ചില ക്വസ്റ്റിനെങ്കിലും നമുക്ക് ഒന്നും അറിയാത്ത ഫാക്ട് ആണെങ്കിൽ പോലും നമുക്ക് എന്താ ലോജിക്ക് വെച്ചും കൂടി ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗി ആണെങ്കിൽ ശ്രീ വിദ്യാഭൂഷണിയാണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ദൈവദശകം, ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി, KP കറുപ്പൻ ആണെങ്കിൽ അത് ആചാരഭൂഷണമാണ്.
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം ഏത്? കാലഗണനാ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാലഗണനാ ക്രമം വെച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. എന്നാണ് കുറിച്യൽ ലഹള നടന്നത്? 1812 കുറിച്യൽ ലഹള. അടുത്തത് ഏതാണ്? ആറ്റിങ്ങൽ കലാപം. എന്നാണ്? 1721 ആറ്റിങ്ങൽ കലാപം വരുന്നത്. എന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792 അല്ലെ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം എന്നാണ്? 1809 അല്ലെ. കുണ്ട്ര വിളംബരം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ 1809 വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷി ദിനം. നമുക്ക് എന്താണ് കാലഗണനാ ക്രമം? അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്? ആറ്റിങ്ങൽ ലഹള. ഓപ്ഷൻ 2 ആദ്യം വരേണ്ടത്. ബാക്കി എല്ലാം വെട്ടിക്കും. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഉണ്ടോ? ആദ്യം വരേണ്ടത് ആറ്റിങ്ങൽ ലഹള, അത് കഴിഞ്ഞ് കുറിച്യൽ ലഹള, അത് കഴിഞ്ഞിട്ട് വരേണ്ടത് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് അല്ലെ. 1792 അല്ലേ ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ഏതാണ്? 2, 3, 4, 1 എന്നുള്ളതാണ് ഇത് ഓർഡറിൽ വരേണ്ടത്. ഓക്കെ. ആറ്റിങ്ങൽ ലഹള 1721. അപ്പൊ എല്ലാത്തിന്റെയും വർഷങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടിക 1ഉം 2ഉം തമ്മിൽ ചേരുംപടി ചേർക്കാനാണ് അല്ലെ. നോക്കിക്കേ. തത്വബോധിനി, റഹനുമായി മസ്ദായതൻ സഭ. എന്താണ്? ധർമ്മസഭ, സേവാസദൻ. നമ്മൾ അധികം കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഈ തത്വബോധിനിയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. തത്വബോധിനി സഭ ആരുടേതാണ്? അത് ദേവേന്ദ്രനാഥ ടാഗോറിന്റേതാണ് തത്വബോധിനി സഭ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഏത് വരും? 1 എന്ന് പറയുന്നത് സി ആണ്. 1 സി. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ അല്ലേ. 1 സി ഉള്ളത് ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. കണ്ടോ? ഇത് രണ്ടുമല്ല ഓപ്ഷൻ. നമുക്ക് അടുത്തത് നോക്കാം. 1 സി. 2 എന്ന് പറയുന്നത് എന്താണ്? റഹ്നുമായി മസ്ദായസൻ സഭ. അത് ഏതാണ്? 2 എന്ന് പറയുന്നത് നവറോജി ഫർദുൻജി ആണ്. നവറോജി ഫർദുൻജി ആണ്. നെക്സ്റ്റ് ധർമ്മസഭയാണ് ചോദിച്ചിരിക്കുന്നത്. ധർമ്മസഭ ആരുടേതാണ്? രാധാകാന്ത് ദേവാണ് ധർമ്മസഭ. സേവാസദൻ വരുന്നത് BM മലബാറിയാണ്. സേവാസദൻ BM മലബാറിയാണ്. ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? 1 സി. 2 എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. ഈ സേവാസദൻ രൂപീകരിച്ചത് 1885 സേവാസദൻ 1885. ആരാണ്? BM മലബാറിയാണ്. അങ്ങനെ നമുക്ക് കുറെ പ്രസ്ഥാനങ്ങൾ പഠിക്കാനുണ്ട്. ആത്മീയ സഭ 1815. ആരാണ്? രാജാ റാം മോഹൻ റോയ്. അതേപോലെ തന്നെ സത്യശോധക് സമാജ് 1873. ആരാണ്? ജ്യോതിബ ഫൂലെയാണ്. അതേപോലെ അലിഗഡ് പ്രസ്ഥാനം 1875. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അങ്ങനെ കുറെ പ്രസ്ഥാനങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 10th ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ വൃത്തിക്കൊന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ്? ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈഡ് സ്പർജ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, May 4th മൂവ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിൽ ഒന്നാമത്തത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെയുള്ളത് ഡിക്ലറേഷൻ ഓഫ് ഏതാണ്? റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്നാണ്. ഇതും എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് പ്രൈഡ് സ്പർജ് എന്ന് പറഞ്ഞാലായിട്ട്? അതായത് നമ്മുടെ ഇംഗ്ലണ്ടിൽ, അതായത് 1648 സമയങ്ങളിൽ 1648 എന്താണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഹൗസ് ഓഫ് കോമൺസ്, നമുക്കറിയാം ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന പ്രൈഡ് സ്പർജ് നടക്കുന്നത്. അതായത് ആ ഒരു സ്ഥലത്തേക്ക് എന്താണ് നമ്മുടെ പട്ടാളക്കാര്, കോമൺസ്, നമ്മുടെ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവേശിക്കുമ്പോഴേക്കും പട്ടാളക്കാർ തടഞ്ഞ സംഭവമാണ് പ്രൈഡ് സ്പർജ് എന്നറിയപ്പെടുന്നത്. അതേപോലെ May 4th മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 1919 നമ്മുടെ റൗലറ്റ് ആക്ട് നടന്ന സമയം. ഈ 1919 ഈ ബെയ്ജിങ്ങിലെ വിദ്യാർത്ഥി പ്രതിഷേധവുമായിട്ട് വളർന്നു വന്ന ഒരു സംഘടനയാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ ബെയ്ജിങ്ങിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ നിന്ന് പുതിയതായിട്ട് ഉടലെടുത്ത് വന്ന ഒരു സംഘടനയാണ് May 4th മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. അപ്പൊ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? നമുക്കറിയാം ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? അമേരിക്കൻ വിപ്ലവങ്ങൾ എന്താണ്? അത്ര ഡീപ്പായിട്ട് പഠിച്ചാലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ജസ്റ്റ് അതിന്റെ വർഷവും അതിന്റെ ആൾക്കാർ മാത്രവുമല്ല ഡിഗ്രി മെയിൻസിലും പ്രിലിംസിലും ഒക്കെ പഠിക്കുമ്പോഴേക്കും വരേണ്ടത്. അത്യാവശ്യം നല്ല രീതിക്ക് ഡീപ്പായിട്ട് നല്ല ഡെപ്തിൽ തന്നെ അതിന്റെ ഓരോ പോയിന്റും പഠിച്ചാലേ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കിക്കേ. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇൻ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഖാൻ ഇ സമൻ ബിക്കം ദ ഹെഡ് ഓഫ്, എന്തിന്റെ ഹെഡാണ്?
ഹെഡ് ഓഫ് ഗാൻ ഇ സമൻ എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിന്റെ തലവനെ പറയുന്ന പേരാണ് എന്ത്? ഗാൻ ഇ സമൻ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാറുണ്ട് റവന്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിച്ചവരുടെ പറയുന്ന പേരെന്താണ്? അത് വസീർ എന്ന് പറയും. റവന്യൂ ആണെങ്കിൽ വസീർ. ഓക്കെ, അതേപോലെ തന്നെ നീതിന്യായ വിഭാഗമാണെങ്കിൽ അതിന്റെ അറിയപ്പെടുന്ന പേര്, അതിന്റെ തലവനാണ് എന്ത്? ഗാസി ഉൽ ഗുസാത്ത് എന്ന് പറയും. ഗാസി ഉൽ ഗുസാത്ത് എന്ന് പറയും. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? മീർ ബക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക വിഭാഗത്തിന്റെ അതിന്റെ തലവനാണ് ആര്? മീർ ബക്ഷി എന്ന് പറയുന്നത്. അപ്പൊ ഗാൻ ഇ സമൻ ആരാണ്? രാജകൊട്ടാരത്തിന്റെ തലവനാണ് ഗാൻ ഇ സമൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് എന്ത്? ജൗഹർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് നമ്മുടെ ആ ഒരു ദീപിക പതുക്കോൺ, പത്മാവതി മൂവിയിൽ ദീപിക പതുക്കോന്റെ ക്യാരക്ടർ ചെയ്യത്തില്ലേ? ലാസ്റ്റ് എന്താണ്? യുദ്ധത്തിൽ ഭർത്താവ് പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? രജപുത്ര സ്ത്രീകൾ അഗ്നിയിൽ ചാടി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം തങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിയിൽ ചാടി സ്വയം മരിക്കും. ആ ഒരു രീതിയെ പറയുന്ന പേരാണ് എന്താ? ജൗഹാർ എന്ന് ഓർത്ത് വെക്കുക, ജൗഹർ എന്ന് പറയുന്നത്. അപ്പൊ വാസീർ ആരാണ്? വാസീർ എന്ന് പറയുന്നത് റവന്യൂ ആണ്. ഇനി ഗാസി ഉൽ ഗുസാത്ത് എന്ന് പറയുന്നത് നീതിന്യായ വകുപ്പിന്റെ തലവനാണ്. മീർ ബക്ഷി എന്ന് പറയുന്ന ആരാണ്? സൈനികരുടെ തലവനാണ്. ഓക്കെ, ഇങ്ങനത്തെ കുറെ വാക്കുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ മുഗൾ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് നോക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട് മൻസബ്ദാരി സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ്? ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ദ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വാസ് ഫോംഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ആരുടെയാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, അത് 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമാകുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ VC ആരായിരുന്നു? പ്രഥമ VC എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യറാണ്. ഇനി 1957 ആയപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത് 1957. ഓക്കെ, ഇനി ഈ പറയുന്ന ചിത്ര തിരുനാളിന്റെ പ്രധാനപ്പെട്ട കുറെ ഭരണ പരിഷ്കാരങ്ങളുണ്ട്, അതൊക്കെ പഠിക്കണം. എന്താണ്? ഈ പൊതുഗതാഗത സമ്പ്രദായം ഇമ്പോർട്ടന്റ് ആണ്. പൊതുഗതാഗത സമ്പ്രദായത്തെ ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അത് ആരുടെ സമയത്താണ്? ചിത്തിര തിരുനാൾ. എന്താണ്? പൊതുഗതാഗതത്തെ ദേശസാൽക്കരിച്ചു. അതേപോലെ തന്നെ എന്താണ്? ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് തുടങ്ങിയത് ആരാണ്? 1945. അതായത് 1931 മുതൽ 48 വരെയാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളെല്ലാം എന്താണ്? ഈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക് ഇമ്പോർട്ടന്റ് ആണ്. ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്കിത് പല ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ 10th മെയിൻസുമായിട്ട് ഞാൻ മെയിൻസിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്, ക്ലാസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ പറയുക, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എങ്കിലും ഞാനിത് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യനുള്ളൂ. എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് 10 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് നിർത്താം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക്